good morning. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ സ്നാക്ക് ആണ് ട്ടോ. നമ്മുടെ ഇലയട നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ വറുത്ത് പൊടിച്ച അരിപ്പൊടി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അരി അരച്ചുണ്ടാക്കാറുണ്ട്. ഇത് നമ്മൾ ഉണക്കലരി പൊടിച്ചിട്ട് ആ പച്ച അരിപ്പൊടി കുഴച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഒരു അടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉണക്കലരി അരച്ചുണ്ടാക്കുന്ന അടയേക്കാൾ ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ഉണക്കലരി പൊടിച്ചിട്ട് കുഴച്ചുണ്ടാക്കുമ്പോൾ. പിന്നെ ഇതിൽ വിളയിക്കുക എന്നുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ. ശർക്കര തേങ്ങ വിളയിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഇതൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ നമുക്ക് ശർക്കര ചേർത്തുണ്ടാക്കുമ്പോഴാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അട പരത്തുമ്പോൾ എപ്പോഴും പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് വാട്ടിയ വാഴയിലയിൽ പരത്തിയെടുക്കുക. അതുപോലെ തന്നെ തിന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള അട നമുക്ക് കിട്ടുക. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. എങ്കിലും പുതിയതായിട്ട് കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ ഉദ്ദേശിച്ചാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉണക്കലരി അട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് ഉണക്കലരി ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. 3/4 കപ്പ് ശർക്കര. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ശർക്കര എടുക്കാം. ശർക്കര പാനിയല്ല നമുക്കിതിൽ വേണ്ടത്, ശർക്കര പൊടിയാണ്. അപ്പോൾ ശർക്കര കത്തി ഉപയോഗിച്ചോ ഗ്രേറ്റർ ഉപയോഗിച്ചോ ചീവി എടുക്കുക. ഇല്ലെങ്കിൽ ശർക്കര പൊടിയാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ആ ശർക്കര പൊടി ഉപയോഗിക്കുക. പിന്നെ വേണ്ടത് ഏലക്കയാണ്. പിന്നെ വേണ്ടത് നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഉണക്കലരി എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കുത്തരി പോലെ തന്നെ ഇരിക്കുന്ന ആ റെഡ് ലൈൻസുള്ള അരി. ഇത് 4 മണിക്കൂർ മിനിമം സോക്ക് ചെയ്യാം കേട്ടോ വെള്ളത്തിൽ. നമുക്കിത് വറുത്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് അരിച്ചെടുക്കണം. തരി ഇല്ലാതെ അരിച്ചെടുക്കണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഒട്ടും തരി പാടില്ല ഈ ഒരു പൊടിയിൽ. പിന്നെ ചൂടുവെള്ളത്തിലൊന്നല്ല നമ്മൾ അടയ്ക്ക് പൊടി കുഴച്ചെടുക്കുന്നത്. പിന്നെ പച്ചരിയിൽ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രത്തോളം പെർഫെക്റ്റ് ആവില്ല, ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. ടേസ്റ്റ് കൂടുതൽ ഉണക്കലരിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. 1-2 പ്രാവശ്യമായിട്ട് അരി പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യമായിട്ട് പൊടിക്കാനുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നനവില്ലാതെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അതിനുശേഷം അരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എങ്ങനെയുണ്ട് പൊടിയുടെ കൺസിസ്റ്റൻസി എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ അരി നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുത്തിട്ട് കണ്ടോ, ഒട്ടും തരിയില്ല, നല്ല നൈസായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് അരി പൊടിച്ചെടുക്കുമ്പോൾ ഇത്രയും ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് വേറെ വലിയ പാത്രത്തിലേക്ക് മാറ്റാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുഴച്ചെടുക്കാൻ എളുപ്പത്തിനാണ് ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഈ പാത്രത്തിലേക്ക് നമുക്കിനി അരിപ്പൊടിയുടെ കൂടെ 1-2 കാര്യങ്ങളും കൂടി ചേർക്കണം. 1 ടീസ്പൂൺ പഞ്ചസാര. സാധാരണ നമ്മൾ അടയിൽ ഇതുപോലെ പഞ്ചസാര ചേർക്കാറില്ല മാവിൽ, പക്ഷെ ഈ ഒരു മാവിൽ പഞ്ചസാര ചേർക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ മാവിന് ആവശ്യമായ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഉപ്പും ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയോ 1.5 ടീസ്പൂൺ നെയ്യോ ചേർക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നെയ്യ് ചേർത്താലും കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ വെള്ളം ചേർത്തത് കുഴച്ചെടുക്കാൻ പോകുന്നത്. ഇതെല്ലാം ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. പിന്നെ ഈ ഒരു അട ഉണ്ടാക്കുമ്പോൾ നമ്മൾ വാട്ടിയ വാഴയിലയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും പരത്തിയെടുക്കാനായിട്ട്. ഇത് ഒരുപാട് വെള്ളം വേണ്ട നമുക്ക് കുഴയ്ക്കാനായിട്ട്, വളരെ കുറച്ച് വെള്ളം മതി. ഒരു 1/4 കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ പൊടി നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ പച്ചരിപ്പൊടിയല്ലേ. പിന്നെ കുക്കിംഗ് ടൈം വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കുന്ന അടയേക്കാൾ കുക്കിംഗ് ടൈം കൂടുതലാണ് ഈ ഒരട വേവിച്ചെടുക്കുമ്പോൾ. ഇപ്പോൾ കറക്റ്റ് ആയിട്ടില്ല കുഴച്ചത്. ഞാൻ ഒരു കൈ വെള്ളവും കൂടി ഒന്ന് ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്ക് തിന്നായിട്ട് പരത്തിയെടുക്കാൻ പാകത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ ചപ്പാത്തി മാവിനേക്കാൾ ഒന്നുകൂടി ലൂസായിരിക്കുന്ന പാകത്തിൽ കുഴയ്ക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിന്നായിട്ട് പരത്തണം. തിക്കായിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ ഈ അടയ്ക്ക് അത്ര ടേസ്റ്റ് വരില്ല. തിന്നായിട്ട് പരത്തുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ശർക്കരയും തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ പൊടി കുഴച്ചത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ മിക്സ് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് അധികം ഫില്ലിംഗ് വെക്കുന്നുണ്ട്. ഫില്ലിംഗ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്കും നെയ്യ് ചേർക്കണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാത്തിലും നെയ്യ് ചേർക്കണം എന്നില്ല. ഒരു 1/2 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര. പഞ്ചസാര ചേർത്താൽ അത്ര ടേസ്റ്റ് വരില്ല, ശർക്കര ചേർത്താലാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇത് നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യണം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ശർക്കര മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് ശർക്കര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ശർക്കര ചേർക്കുക. ഇപ്പോൾ ഞാൻ ശർക്കര മുഴുവനും ചേർത്തു എടുത്തു വെച്ചിരുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ ശർക്കരയും തേങ്ങയും ഏലക്കപ്പൊടിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരണം. പിന്നെ നിങ്ങൾക്ക് പഴം ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആവണ്ട, പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ചിലർക്ക് പഴവും കൂടി അടയുടെ കൂടെ കഴിക്കാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ 1-2 ഞാലിപ്പൂവൻ പഴം ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യരുത്. റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അട ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. കുറച്ച് ഒരു 4-5 സ്ലൈസ് പഴം നിരത്തി വെച്ച് കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് നമുക്ക് അട ഉണ്ടാക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇലയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കട്ടെ. ഒരു പ്ലേറ്റ് എടുത്ത് വയ്ക്കുക. പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ അട പരത്തിയെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അട പരത്തിയെടുക്കാൻ എപ്പോഴും നല്ലതൊരു പ്ലേറ്റ്, പരന്ന പ്ലേറ്റ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പിച്ച് വയ്ക്കുക, നമ്മുടെ കൈ ഒന്ന് നനച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ വാട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാഴയില എടുക്കുക. കൈ ഒന്ന് നനച്ചതിന് ശേഷം നമ്മുടെ മാവ് ഇതുപോലെ എടുത്തിട്ട് പരത്തി കൊടുക്കുക. പ്ലേറ്റ് ആകുമ്പോൾ ഇതുപോലെ തിരിച്ചു കൊടുക്കുക. നമുക്ക് വാഴയില തിരിച്ചു കൊടുക്കേണ്ട ബുദ്ധിമുട്ടില്ല. പ്ലേറ്റ് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമുണ്ട്. ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇപ്പോൾ നൈസായിട്ടാണ് ഞാൻ പരത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാഴയില ഈ ഷേപ്പിൽ ഇരിക്കുള്ളൂ കേട്ടോ. നമ്മൾ വാട്ടിയ വാഴയില ആയതുകൊണ്ട് ഈ ഒരു ഷേപ്പിൽ ഇരിക്കുള്ളൂ, കറക്റ്റ് ഷേപ്പായിട്ട് ഇരിക്കില്ല വാഴയില. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെക്കുമ്പോൾ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ വയ്ക്കാം. ഒരുപാട് ഫില്ലിംഗ് വെക്കണ്ട, കുറച്ച് ഫില്ലിംഗ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അപ്പോഴേ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടി നിൽക്കുള്ളൂ നമ്മുടെ വാഴയിലയിലേക്ക്. അപ്പോൾ ഞാൻ ഇത്രയും ഫില്ലിംഗ് വെക്കുന്നുള്ളൂ, ഒരുപാട് ഫില്ലിംഗ് വെക്കുന്നില്ല. ഇനി നമുക്കിത് മടക്കാം. ഇതുപോലെ എല്ലാം റെഡിയാക്കിയിട്ട് 20 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ 2 തട്ടിലായിട്ടാണ് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു തട്ടിൽ അടുക്കി മുകളിൽ വയ്ക്കുകയാണെങ്കിൽ വേവാൻ സമയം കൂടുതലെടുക്കും. പച്ചരിപ്പൊടിയാണ്, വേവ് കൂടുതലാണ്. അപ്പോൾ 2 തട്ടിൽ വയ്ക്കുകയാണെങ്കിൽ വേഗം കുക്കായി കിട്ടും. അതൊക്കെ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേവിക്കുമ്പോൾ നടുഭാഗം വെന്തില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം പരത്തിയിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് അട എന്നുള്ളത്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ അട കുക്കായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതുപോലെ നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതാ പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. കുക്കായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ സോഫ്റ്റായിട്ട് ഇല ഇങ്ങനെ ഇങ്ങനെ പോരുള്ളൂ, ഇല്ലെങ്കിൽ ഇലയിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇനി നമുക്ക് ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റുക, കഴിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ അട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ കഴിക്കുക, ഇളം ചൂടിൽ കഴിക്കുക. അപ്പോഴാണ് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക. നല്ല കുത്തരിയുടെ ആ ഒരു കളറൊക്കെ ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, ഒരു 3-4 അടയിൽ കൂടുതൽ ഒരു തട്ടിൽ വെക്കരുതെന്ന്. ഇതിപ്പോൾ ഞാൻ 2 തട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. താഴെ തട്ടിലുണ്ട്, മേലെ തട്ടിലുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ നടുഭാഗം കുക്കായി കിട്ടില്ല. അതാണ് അടുക്കി വെക്കരുതെന്ന് പറഞ്ഞത്. അത് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ
ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോലല്ലോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.